സല്യൂട്ട് ഭാരത്. നമ്മളോടൊപ്പം അഡ്വക്കേറ്റ് ജയസൂര്യനാണ്. സാർ സ്വാഗതം. നമസ്കാരം സാറ്, CJP പാർട്ടിക്ക് അമേരിക്കയിൽ നിന്നൊരു ഖലിസ്ഥാൻവാദി നേതാവ് ഓഫർ ചെയ്തേക്കുന്നത് ഏതാണ്ട് 8,30,00,000 ഇന്ത്യൻ റുപ്പിയാണ്. നൽകിയിരിക്കുന്ന ഓഫർ ഓഗസ്റ്റ് 15 വരെ നിങ്ങൾ പ്രക്ഷോഭം തുടരണം, പറ്റുമെങ്കിൽ മോദിയുടെ സ്വാതന്ത്ര്യദിന സന്ദേശം തടയണം എന്നൊക്കെയാണ്. എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ബംഗ്ലാദേശിലും നേപ്പാളിലും ഒക്കെ സംഭവിച്ചതിന് സമാനമായ ഒരു ഭരണ അട്ടിമറി തൽക്കാലം ഇന്ത്യയിൽ പ്രതീക്ഷിക്കേണ്ടതില്ല. പരമാവധി നാറ്റിക്കലാണ് ലക്ഷ്യം, അല്ലേ സാർ? അല്ല, ഭരണ അട്ടിമറി തന്നെയാണ് ലക്ഷ്യം, പരമാവധി നാറ്റിക്കൽ അല്ല. നമുക്കറിയാം, നമ്മുടെ രാജ്യം ഒരു ചെറിയ രാജ്യമല്ലാത്തത് കൊണ്ട് മറ്റ് നേപ്പാളിലും അതുപോലെ ബംഗ്ലാദേശിലും നടന്ന പോലെ ഒരു അട്ടിമറി നടക്കില്ല എന്ന് നമുക്കറിയാം. പക്ഷേ ഇതിന്റെ പിന്നിലുള്ളവർക്ക് അട്ടിമറി തന്നെയാണ് ലക്ഷ്യം. അതിന്റെ കാരണം, ഈ സംഭവം നടന്നിട്ട് 2 ആഴ്ചയ്ക്കുള്ളിൽ എല്ലാ കാര്യങ്ങളും പരിപൂർണമായി ചെയ്യുകയും 13 കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുകയും കേസ് CBIക്ക് വിടുകയും പകരം ടെസ്റ്റ് നടത്തുകയും അതിന്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ട് പോലും, വിഷയങ്ങൾ സമ്പൂർണമായി പരിഹരിച്ചു എന്നിട്ട് പോലും രാജിവെക്കണം എന്നുള്ള ഒരു ഡിമാൻഡ് മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. ആദ്യം അവർ പറഞ്ഞത് വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം, ഇപ്പോൾ പിന്നീട് പ്രധാനമന്ത്രി രാജിവെക്കണം. അങ്ങനെ അവർക്ക് തന്നെ വ്യക്തതയില്ലാത്ത രീതിയിലുള്ള ഡിമാൻഡുകൾ മുന്നോട്ട് വെക്കുക. കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പുതിയ പുതിയ ഡിമാൻഡുകൾ വരുന്നു. 370-ാം വകുപ്പ് പുനഃസ്ഥാപിക്കണം, ഉമർ ഖാലിദിനെ ജയിലിൽ നിന്ന് തുറന്നു വിടണം. ഇങ്ങനെ പുതിയ പുതിയ ഡിമാൻഡുകൾ കൊണ്ടുവരികയാണ്. അപ്പോൾ ഏത് ഡിമാൻഡാണ് അംഗീകരിക്കേണ്ടതെന്ന് ചോദിച്ചാൽ അവിടെ കൃത്യമായൊരു നാഥൻ ഇല്ല. ഈ തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ നടക്കുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ വിളിക്കുകയാണ്. ഹിന്ദുവിനെതിരെ, ബ്രാഹ്മണനെതിരെ, RSSനെതിരെ, സീതയ്ക്കെതിരെ, രാമനെതിരെ ഒക്കെ മുദ്രാവാക്യം മുഴങ്ങുകയാണ്. എന്താണ്, ആരാണ് ഇതിന്റെ അജണ്ട, എവിടെയാണ് നേതാവ് എന്നറിയില്ല. ഇപ്പോൾ ഏറ്റവും അവസാനം വാങ്ചുക്കിന്റെ ഭാര്യ പറഞ്ഞു, ഈ സമരം നമ്മുടെ കയ്യിൽ നിന്ന് ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പൊ വാങ്ചുക്കിനും ഇപ്പോൾ അബദ്ധം മനസ്സിലായി. ഡൽഹിയിലേക്ക് വിവിധ പ്രദേശങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്ന ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും അവിടെ ചെന്ന് കാര്യങ്ങൾ കണ്ടപ്പോൾ, അതായത് 100 കണക്കിന് പോലീസുകാർക്ക് പരിക്കേറ്റിരിക്കുന്നു, 20ഓളം പോലീസ് വാഹനങ്ങളും സർക്കാർ വാഹനങ്ങളും തകർക്കപ്പെട്ടിരിക്കുന്നു, പൊതുമുതൽ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ രാജ്യത്തോട് സ്നേഹമുള്ള ആരെങ്കിലും ആണെങ്കിൽ ഇങ്ങനെ ചെയ്യുമോ? ഈ സമരം രാജ്യത്തിനെതിരെ, ഭരണകൂടത്തിനെതിരെ, സർക്കാരിനെതിരെ എന്നൊക്കെ പറയുമ്പോൾ വിളിക്കപ്പെടുന്ന മുദ്രാവാക്യം ഇന്ത്യ ഞങ്ങൾ പല കഷണങ്ങളായി മുറിക്കും. ഈ മുദ്രാവാക്യങ്ങളൊക്കെയാണ് വിളിക്കുന്നത്. അപ്പൊ ഇന്ത്യയെ പല കഷണങ്ങളായിട്ട് മുറിക്കാൻ മുദ്രാവാക്യം വിളിക്കുന്നവർ, അതുപോലെ അള്ളാഹുവിന്റെ നാമം മാത്രം അവശേഷിക്കും എന്ന മുദ്രാവാക്യം വിളിക്കുന്നവർ എന്ത് ലക്ഷ്യം വെക്കുന്നു? നീറ്റുമായിട്ട് ഇതിനൊക്കെ എന്താണ് ബന്ധം? അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു ഭരണ അട്ടിമറി തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. പക്ഷേ ഇവിടെ എത്രമാത്രം കിണഞ്ഞ് പരിശ്രമിച്ചാലും, താങ്കൾ പറഞ്ഞതുപോലെ കുറെ പത്രവാർത്തകളും ചർച്ചകളും സൃഷ്ടിക്കാം, വിദേശ രാജ്യത്ത് നിന്ന് കുറെ ഫണ്ട് വരുത്തി അർമാദിക്കാം എന്നല്ലാതെ ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് അവരുദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ പോകുന്നില്ല എന്നുള്ള പാഠം ഇന്ത്യയിൽ നിന്ന് ഇവർക്ക് പഠിക്കേണ്ടി വരും. ഇപ്പോൾ കർഷക പ്രക്ഷോഭം നമ്മൾ കണ്ടു, മണിപ്പൂർ കലാപം കണ്ടു, CA വിരുദ്ധ പ്രക്ഷോഭം കണ്ടു, ഒന്നും ഏറ്റില്ല. തുടർന്ന് വന്ന പൊതുതെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ BJP തുടർച്ചയായി വിജയിക്കുന്നു, അല്ലെങ്കിൽ NDA സഖ്യം അധികാരത്തിൽ വരുന്നു. അപ്പോൾ പിന്നെ ഇനി കിട്ടിയ വഴി ഇതാണ്, ജനാധിപത്യ രീതിയിൽ ഒരു അട്ടിമറി നടക്കില്ല, എങ്കിൽ പിന്നെ വളഞ്ഞ വഴി അതായിരിക്കും നോക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും അതെ. ജനാധിപത്യപരമായി ചർച്ച നടത്താം, പാർലമെന്റിനകത്തേക്ക് വരൂ, പാർലമെന്റ് നടക്കുന്ന സമയമാണല്ലോ എന്ന് പറയുമ്പോൾ പ്രതിപക്ഷ നേതാവ് പോലും പാർലമെന്റിനകത്ത് കയറാൻ ഭയപ്പെടുന്നു. കാരണം പാർലമെന്റിനകത്തേക്ക് ചെല്ലുമ്പോൾ തന്റെ കൂടെ നിന്ന MLA-മാർ മറുവശത്തെ ബെഞ്ചിലിരിക്കുന്നത് കാണേണ്ടി വരുമോ? സോറി, MLA-മാരല്ല, MP-മാർ മറുവശത്തെ ബെഞ്ചിലിരിക്കുന്നത് കാണേണ്ടി വരുമോ എന്നുള്ള ഭയം കൊണ്ട് പ്രതിപക്ഷ നേതാവ് പോലും പാർലമെന്റിൽ കയറുന്നില്ലല്ലോ. അല്ലെങ്കിൽ പാർലമെന്റ് നടക്കുന്ന കാര്യമില്ലേ, പാർലമെന്റിന്റെ വേദിയിൽ വെച്ച് ചർച്ച നടത്താം എന്ന് കേന്ദ്രം പറഞ്ഞു, പുറത്തു വെച്ച് ചർച്ച നടത്താൻ അതിനും തയ്യാറാണെന്ന് കേന്ദ്രമന്ത്രിമാർ പറഞ്ഞു. അപ്പൊ ചർച്ച വേണ്ട, രാജി മതി എന്ന് പറഞ്ഞാൽ ചർച്ച നടത്താനുള്ള ഒരു ടീം പോലും ഇവരുടെ കൈവശം ഇവർക്ക് ഇല്ല എന്നുള്ളതാണ് സത്യം. രാഷ്ട്രീയമായി ഇന്ത്യ മുന്നണി വിളിച്ചു കൂട്ടിയിട്ട് പോലും ആരും വരുന്നില്ല. അവസാനം സ്വന്തം പാർട്ടിക്കാരെ ഒന്ന് വിളിച്ചു കൂട്ടാൻ നോക്കിയിട്ട് മല്ലികാർജുന ഖാർഗെയുടെ ജന്മദിനമാണ്, വരാതിരിക്കരുത് എന്ന് പറഞ്ഞ് വിളിക്കേണ്ടി വന്നു. എന്നിട്ട് അവരെ തന്ത്രപരമായിട്ട് സമരരംഗത്തേക്ക് അണിനിരത്തുകയാണ് ചെയ്തത്. ഇത്ര ദയനീയമായ രീതിയിൽ
പ്രതിപക്ഷം പരാജയപ്പെട്ട് തകർന്ന് നാമാവശേഷമാകുമ്പോഴും നേതാവ് പട്ടായയിലായിരുന്നു എന്നുള്ളതും നമുക്കറിയാം. അവസാനം വിളിച്ചു വരുത്തിയാണ് രംഗത്തിറക്കിയത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രതിപക്ഷത്തിന്റെ ഭയങ്കരമായിട്ടുള്ള പരാജയം, അതിദയനീയമായിട്ടുള്ള പതനം, അവര് പലതായിട്ട് ചിതറിത്തെറിക്കുന്ന ദാരുണമായ അവസ്ഥ, അതിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമര പരിപാടിയായിട്ട് ഇത് മാറുകയാണ്. അന്താരാഷ്ട്ര ഏജൻസികൾ താങ്കൾ പറഞ്ഞതുപോലെ 8.5 കോടി രൂപയൊക്കെ മുടക്കി 15-ാം തീയതി വരെ സമരം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു നീക്കം തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിൽ കാണാം. അതിനുള്ള ഒരു സാധ്യതയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. ഇപ്പോൾ വൈറൽ വീഡിയോകൾ വരുന്നത് കേരളത്തിൽ നിന്നടക്കം ഫുഡ് പാക്കറ്റുകൾ, അത് സൊമാറ്റോ വഴി, സ്വിഗ്ഗി വഴി ഈ സമരം നടത്തുന്ന പിള്ളേർക്ക് എത്തിച്ചു കൊടുക്കുന്ന വൈറൽ വീഡിയോകളൊക്കെ വരുന്നുണ്ട്. ഈ പാറ്റാ പാർട്ടി അവകാശപ്പെടുന്നത് ഞങ്ങൾ ആരുടെയും കയ്യിൽ നിന്നും ഫണ്ട് സ്വീകരിക്കുന്നില്ല, ആകെ സ്വീകരിക്കുന്നത് വെള്ളവും ഭക്ഷണവും അത് ഈ രീതിയിൽ ഓർഡർ ചെയ്ത് കിട്ടുന്നത് മാത്രമാണ്. പക്ഷേ അതിൻ്റെ മറ്റൊരു വാസ്തവം, വലിയ അന്വേഷണങ്ങൾ നടക്കുന്നു, കോടതിയിലടക്കം പൊതുതാൽപര്യ ഹർജികൾ വരുന്നു, ഇതിൻ്റെ പിന്നിലെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കണം. കൃത്യമായ അങ്ങനെ ഒരു സംഗതി നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ടോ? ഈ വിദേശ ഇടപെടൽ എത്രത്തോളം ഇതിന്റെ പിന്നിൽ നടന്നിട്ടുണ്ട്? വ്യക്തമായിട്ട് നമുക്ക് അതേക്കുറിച്ച് ഒരു മറുപടി പറയാൻ സമയമായിട്ടില്ല. വിദേശ ഇടപെടലുകളെ കുറിച്ച് അന്വേഷിച്ച് പഠിച്ച് തെളിവുകൾ സഹിതം മാത്രമേ നമുക്ക് സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ. കേവലം ഊഹാപോഹങ്ങൾ എന്നുള്ള നിലയിൽ നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇത്രയും വലിയ ഒരു മൂവ്മെന്റ് നടത്തിക്കൊണ്ടു പോകുമ്പോൾ ഇവർക്ക് പണം കിട്ടുന്നില്ല, ഭക്ഷണം മാത്രമേ കിട്ടുന്നുള്ളൂ എങ്കിൽ പോലും ഇവർക്ക് രാവിലെ ടോയ്ലറ്റിൽ പോകണമല്ലോ. അങ്ങനെ ടോയ്ലറ്റിൽ പോകാൻ മാത്രമുള്ള സംവിധാനമൊക്കെ ചെയ്തു കൊടുക്കണമെങ്കിൽ എത്ര രൂപ വേണ്ടി വരും? അത് എവിടെ നിന്നായിരിക്കും വരുന്നത്? ഏതായാലും ഇവരെല്ലാവരെയും താമസിപ്പിക്കാനുള്ള ഹോട്ടൽ മുറികൾ അവിടെ ഉണ്ടോ എന്നറിയില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അതിന് പൈസ കൊടുക്കാതെ ഫ്രീ ആയിട്ട് കിട്ടാനും പോകുന്നില്ല. അപ്പോൾ പിന്നെ ഇതിന്റെ പിന്നിലുള്ള ആരോ കാര്യമായി പണം മുടക്കി സഹായിക്കുന്നുണ്ടാവും എന്ന് തന്നെ വേണം കരുതാൻ. ഇപ്പൊ ചില സെലിബ്രിറ്റികൾ അടക്കമുള്ളവർ അവരുടെ പ്രഖ്യാപിത രാഷ്ട്രീയം നേരത്തെ തന്നെ വെളിവാക്കിയതാണ്. അവരിതൊക്കെ വലിയൊരു ലൈംലൈറ്റിലേക്ക് എത്താനായിട്ട് വലിയൊരു അവസരമാക്കി ഇത് ഉപയോഗിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. എന്താണ് അതിനുള്ളൊരു നിരീക്ഷണം? എന്താണ്? എനിക്ക് തോന്നുന്നത് ലൈംലൈറ്റിൽ എത്താൻ വേണ്ടിയല്ല, അവർ ലൈംലൈറ്റിൽ തന്നെയാണല്ലോ. ഏതെങ്കിലും ഒരു കല്യാണത്തിന് പോകുമ്പോൾ, ഒരു കല്യാണത്തിന് ക്ഷണിച്ചാൽ പോകാൻ 4 കോടി 5 കോടി മേടിക്കുന്ന സെലിബ്രിറ്റി, ഏതെങ്കിലും ഒരു കട ഉദ്ഘാടനത്തിന് പോകാൻ കോടികൾ വാങ്ങുന്ന സെലിബ്രിറ്റി, ഏതെങ്കിലും ഒരു സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചാൽ അണ്ടർ ഗാർമെന്റ്സ് വരെ നിർമ്മാതാവിന്റെ ചെലവിൽ നടന്നപ്പോ ഒരു സെലിബ്രിറ്റിയെ കണ്ടില്ലല്ലോ. ഈ തട്ടിപ്പിന്റെ 10 ഇരട്ടി കേരളത്തിൽ നടന്നു. ഈ കേരളത്തിൽ നിന്ന് പോയി ഒരു സെലിബ്രിറ്റി കേരളത്തിലെ PSC തട്ടിപ്പിനെതിരെ കണ്ടില്ലല്ലോ. അപ്പൊ ഇവർക്കൊക്കെ വൻ തുക ഓഫർ കിട്ടിയിട്ടുണ്ട്. ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ പൈസ മേടിച്ചുകൊണ്ട് അഭിനയിക്കുക തന്നെയാണ്. പാവം ജനത്തിന് അതിപ്പോ മനസ്സിലായിട്ടില്ല എന്ന് മാത്രം. ശരി, അപ്പൊ ഇതിനെക്കുറിച്ച് ഇനിയും ഈ സമരം അത് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആരാണെങ്കിലും ശരി, അത് ഈ രീതിയിൽ തുടർന്നു പോകുന്നത് ഒട്ടും അനുവദിക്കാനാകില്ല. അത് ഇനിയും മുമ്പോട്ട് പോയാൽ ഒരു രക്തസാക്ഷിയെ സൃഷ്ടിച്ചെടുക്കലായിരിക്കും ഇതിന്റെ പിന്നിലെ അജണ്ട എന്ന് നമുക്ക് നേരിട്ട് കാണേണ്ടി വരും. അപ്പൊ ആ രീതിയിൽ മുമ്പോട്ട് പോകാതെ ഇതിനെ തടയുക, എത്രയും പെട്ടെന്ന് ഇത് അവസാനിപ്പിക്കുക എന്നുള്ളതും കൂടി വേണമല്ലോ. തീർച്ചയായിട്ടും ഒരു കൂട്ടം രക്തസാക്ഷികളെ സൃഷ്ടിക്കുക എന്നുള്ള ഗൂഢമായ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ സമരം അനിശ്ചിതമായിട്ട് കൊണ്ടുപോകുന്നത്. എന്നിട്ട് അതിന്റെ പേരിൽ ഒരു വലിയ കലാപം അഴിച്ചുവിടാനുള്ള ശ്രമം ഇതിന്റെ പേരിലുണ്ടാവും. ഏതായാലും ഗവൺമെന്റ് ഇതിനൊക്കെ തക്കതായിട്ടുള്ള നടപടികൾ എടുക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കോടതിയുടെ സപ്പോർട്ട് ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമ്മൾ കണ്ടു. അതായത് ഇവിടെ സ്വമേധയാ കോടതി കേസെടുക്കണമെന്നൊക്കെ പറഞ്ഞ് കോടതി ചെന്നപ്പോൾ കോടതി പറഞ്ഞു ഇവിടെ വേറെ പണിയുണ്ട്, ഇതിന്റെ ഒന്നും പുറകെ നടക്കുന്നത് ഞങ്ങളുടെ പണിയല്ല എന്ന് പറഞ്ഞു. പിന്നെ കോടതിക്കെതിരെ കുറെ മുദ്രാവാക്യമൊക്കെ വിളിച്ചു എന്ന് നമ്മളും കേട്ടു. പക്ഷേ ആ കോടതി കൊടുത്തിരിക്കുന്ന മെസ്സേജ് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ സർക്കാരിന് കുറച്ചുകൂടി നല്ല ഒരു പാത തുറന്നു കിട്ടിയെന്നാണ് ഞാൻ കരുതുന്നത്. ഇതിപ്പോ ഈ CJP ആണ് ഈ സമരം തുടങ്ങി വെച്ചതെങ്കിലും അതിപ്പോൾ ഹൈജാക്ക് ചെയ്തുകൊണ്ട് പ്രതിപക്ഷ കക്ഷികൾ, കോൺഗ്രസ് അടക്കമുള്ള കക്ഷികൾ ഇപ്പോൾ ഇതിന്റെ മുന്നണിയിലുണ്ട്. അപ്പോൾ ഇതിന്റെ പൊളിറ്റിക്കൽ ഗെയിൻ ആർക്കായിരിക്കും കിട്ടുക? ഈ CJP എന്ന് പറയുന്ന ഒരു അരാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ലാഭം പ്രതീക്ഷിക്കുന്നവരുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ രാഷ്ട്രീയ ലാഭം പ്രതീക്ഷിച്ച് ഇതിന്റെ പിന്നാലെ കൂടിയിരിക്കുന്ന ആരാണ്? നമുക്ക് പുറകോട്ട് നോക്കിയാൽ അതിന്റെ ഉത്തരം കിട്ടും. അതായത് കർഷക സമരത്തിന്റെ പുറകിൽ രാഷ്ട്രീയ ലാഭത്തിന്റെ കൂടി, CAA സമരത്തിന്റെ പിന്നിൽ രാഷ്ട്രീയ ലാഭത്തോടു കൂടി, അതുപോലെ പല കാര്യങ്ങളിലും രാഷ്ട്രീയ ലാഭം കൊയ്യാൻ വേണ്ടി പലരും വന്നുകൂടി. അവസാനം എന്താ സംഭവിച്ചത്? ഈ സമരത്തിനൊക്കെ തിരികൊളുത്തുകയും നേതാവായി ചമയുകയും ചെയ്യുന്നവരുടെ പാർട്ടികൾ തന്നെ ശിഥിലമായി പോയി. ഏതായാലും ഈ ഒരു പാറ്റാ സമരം കഴിഞ്ഞ് അതിന്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ വരുന്നവർ
തിരിച്ച് പാർട്ടിയിൽ ചെല്ലുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന എം പിമാരും ബാക്കിയുള്ളവരും അവിടെ ഉണ്ടായിരുന്നാൽ അവരുടെ ഭാഗ്യം. ശരി, നന്ദി.